ഹലോ വ്യൂവേഴ്സ്, ഞങ്ങൾ ദുബായിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എയർപോർട്ടിൽ കാണാം. ബൈ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. എന്നിപ്പോൾ ലഗേജൊക്കെ ആയിട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഈ ഒരു എയർപോർട്ടിൽ. നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ എടുത്തത്. ഇത് ഫസ്റ്റ് നമ്മൾ പാസ്പോർട്ടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ദുബായിലോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ടായിരുന്നു ഇതിന്. നല്ലൊരു അടിപൊളി ഒരു ട്രിപ്പ് ആവണം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടാണ് പോണേ. പക്ഷേ ഒരുപാട് വെയിറ്റ് ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവരെന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു പേടിയും കൂടി ഉണ്ടായിരുന്നു. 23 കിലോനാണ് ഒരു മെയിൻ ലഗേജിൽ പാടുള്ളൂ. പക്ഷേ ഞങ്ങളുടെ അടുത്ത് 24ഉം 25ഉം കിലോനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. വല്ല പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഉള്ളിലോട്ട് ഞങ്ങൾ കയറി വെറുതെ ഒരു ഷോന് വേണ്ടിയിട്ടൊന്നിങ്ങനെ നടന്ന് കാണിച്ചാട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങളിത് ബോർഡിംഗ് പാസ്സൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ വെയിറ്റും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ്. അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മളോട് ഒന്നും കുഴപ്പമില്ല, പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇമിഗ്രേഷൻ എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എൻ്റെ അടുത്തൊരു ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. ആ ഒരു ഡെബിറ്റ് കാർഡിന് നമുക്ക് അൺലിമിറ്റഡ് ഫുഡാണ്. ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ, ലോഞ്ച് ആക്സസിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അതിൽ അടിപൊളിയായിട്ടുള്ളൊരു ഫുഡായിരുന്നു കേട്ടോ. എല്ലാം അൺലിമിറ്റഡ് ആയിരുന്നു. ഗീ റൈസ്, അതുപോലെ ചിക്കൻ, ഫിഷ് കറി, എന്തൊക്കെ വേണോ, ന്യൂഡിൽസ്, പനീർ ബട്ടർ മസാല, ബണ്ണ്, ബട്ടർ, സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. സൂപ്പ്, പിന്നെ ഒരു ഭാഗം കാണിച്ചത് ഇപ്പോൾ വൈന്, പിന്നെ എല്ലാം മിനി ബാറാണ്. അപ്പോൾ അവിടെ നമ്മളെടുത്തത് വൈന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും ആ ഒരു കാർഡ്, എൻ്റെ അടുത്ത് 3 കാർഡ് ഉണ്ടായിരുന്നു. 3 കാർഡ് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചു. നല്ല അടിപൊളി ഒരു ഫുഡ്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദുബായിക്കുള്ള ഫ്ലൈറ്റ് എത്തി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. സൗദി അറേബ്യൻ എയർലൈൻസ്. അത്യാവശ്യം ആളുകൾ ഒരു 1000 പേര് 1200 പേര് കൊള്ളണ പോലത്തെ വലിയൊരു ഫ്ലൈറ്റായിരുന്നു. ഇപ്പോൾ ഫ്ലൈറ്റ് നമ്മുടെ കൊച്ചിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വ്യൂ ആണത്. മൊത്തം ഡാർക്കാണ്. ഞങ്ങൾ സമയം ഞങ്ങൾ പോയത് ഇവിടുന്ന് ഒരു 8:30ക്കാണ് ഫ്ലൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എയർ ഹോസ്റ്റസ് വന്നു. തൊണ്ട ഭയങ്കരമായിട്ട് കെട്ടിയിരിക്കുന്നതുകൊണ്ട് ഒന്നും ക്ലിയർ ആവുന്നില്ല. ഫുഡെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഫുഡായിരുന്നു. മട്ടൻ ബിരിയാണി, ഒരു പുഡിങ്, ഒരു ബണ്ണ്, ബട്ടർ, പിന്നെ കുറച്ച് വെജിറ്റബിൾ സാലഡ്. ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ചൂടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇതിന്ന് അത്ര വലിയ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. പിന്നെ ഏത് ജ്യൂസ് വേണമെങ്കിലും കഴിക്കാം. ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പിന്നെ അതായിരുന്നു പൈനാപ്പിൾ ഉണ്ട്. അപ്പോൾ ഞാനെടുത്തത് ഓറഞ്ചായിരുന്നു. പക്ഷേ ഒട്ടും നന്നല്ല. പക്ഷേ ബിരിയാണിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ദുബായ് ഏകദേശം എത്തുന്ന സമയത്ത് നമ്മുടെ ഫ്ലൈറ്റ് ഏറ്റവും മേലെയായിരുന്നു. താഴെ പഞ്ഞിക്കെട്ട് പോലെയായിരുന്നു അതിൻ്റെ ക്ലൗഡ്സ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഭംഗി ഫോട്ടോയിൽ കിട്ടുന്നില്ല. നേരിട്ട് കാണുമ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മുടെ ഏകദേശം ദുബായിയുടെ ഭാഗമൊക്കെ എത്തി. അപ്പോൾ നമ്മുടെ ദുബായിലെത്തി. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഒന്നും കൂടെ പോവാം. അപ്പോൾ നമുക്ക് ഈ ദുബായ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പോൾ അവിടെ മെട്രോ ട്രെയിൻ കയറിയാൽ മാത്രമാണ് നമ്മുടെ ബാഗൊക്കെ കളക്ട് ചെയ്യണ ഭാഗത്തോട്ട് എത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ മെട്രോ ട്രെയിനിൽ കയറി. അപ്പം മെട്രോ ട്രെയിനിൽ നമ്മൾ ദുബായ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഭാഗത്തോട്ട് പോകണമെങ്കിൽ ആ ഒരു ദുബായ് എയർപോർട്ടിൻ്റെ ആ ഒരു വലുപ്പം എത്രയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നല്ല അടിപൊളി ഒരു എയർപോർട്ട്. നമുക്ക് ലൈഫിൽ കാണാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് കരുതണേ. അത്രയും വലിയൊരു എയർപോർട്ടാണ് ദുബായ് എയർപോർട്ട്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്യാണ്. ഭയങ്കര തൊണ്ട കെട്ടിയതുകൊണ്ടേ എനിക്ക് കറക്റ്റായിട്ട് വോയിസ് ഇതിലിങ്ങനെ പറയാൻ പറ്റുന്നില്ല എനിക്ക് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ ദുബായ് എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ബാഗൊക്കെ കിട്ടി. ഇപ്പോൾ നമ്മളിങ്ങനെ പോയി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഏട്ടനെ എവിടെയാണെന്ന് ഇങ്ങനെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നമുക്കൊരു ഐഡിയയും ഇല്ലല്ലോ ഇങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇനി ഇതുപോലെ ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ദുബായിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇനി ഇതുപോലെ ഒരുപാട് വീഡിയോ ആയിട്ട് ഇനി ഞാൻ വീണ്ടും വരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു. അപ്പോൾ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, സി യു.